ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് ഈ ഒരുങ്ങി പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, ആഴിമല അമ്പലത്തിലോട്ടാണ്. കുറച്ചു നാളായിട്ട് ഈ അമ്പലത്തിലോട്ടൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ രാവിലെ പോകാൻ അലാറം ഒക്കെ വെച്ച് എഴുന്നേറ്റപ്പോഴത്തേക്ക് നല്ല മഴ, അപ്പൊ കരുതി വൈകുന്നേരം പോകാന്ന്. ഗൂഗിൾ നോക്കിയപ്പോൾ 4:30 അമ്പലം ഓപ്പൺ ആവുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു 3 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 78 കിലോമീറ്ററേ ഉള്ളൂ അമ്പലത്തിലേക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈം നല്ല വെയിലായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി. നമ്മളൊരു 5:30 ആയപ്പോ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ബൈക്ക് ആയതുകൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്പലം ഒന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ കയറി ഭഗവാനെ കണ്ട് നല്ലോണം പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത് തൊഴുന്നതിനെക്കാട്ടി ആളായിരുന്നു ഈ ശിവന്റെ രൂപത്തിന് മുന്നിൽ. ഈ ശിവന്റെ രൂപം 58 അടിയാണ് ഉള്ളത്. ഇതിന് തൊട്ട് ബാക്കിലായിട്ട് കടലുമാണ്. ഒത്തിരി സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ തമിഴ്നാട്, കർണാടക, അങ്ങനെ കുറെ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ. അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് വരുന്ന വഴിക്ക് കണ്ട ഒരു പാപ്പക്കടയിലാണ് പാപ്പ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് ഒരു കവർ നിറയെ ഞങ്ങൾ പാപ്പ വാങ്ങി. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നേരെ പോകുന്നത് രാമേന്ദ്രനിലോട്ടാണ്. ജോലിക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് രാമേന്ദ്രൻ വരെ വന്നത്. എനിക്ക് വാങ്ങേണ്ട സാധനം 3rd ഫ്ലോറിലാണ്. അങ്ങനെ ഞങ്ങൾ 3rd ഫ്ലോറിലോട്ട് പോയിട്ട് അവിടെ ഫുള്ള് പരതി നടക്കുമായിരുന്നു. ഞങ്ങൾക്ക് ജോലി സ്ഥലത്ത് ഫോർമൽ ഷൂസ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പോയി ഒരു ഫോർമൽ ഷൂ വാങ്ങി, ഷോക്സ് വാങ്ങി. ഞാൻ ഒരു സോക്സേ വാങ്ങിയുള്ളൂ, ബിക്കോസ് അവിടെ കുഞ്ഞു പിള്ളേരുടെ സോക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ കരുതി ചുമ്മാ റിസ്ക് എടുക്കണ്ട, ഒരെണ്ണം തൽക്കാലത്തേക്ക് വാങ്ങാന്ന്. ഫോർമൽ ഷൂ എന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ സ്കൂൾ പിള്ളേരുടെ ഷൂ വാങ്ങിയത്, ബിക്കോസ് എനിക്ക് ഹീൽസ് ഇടാൻ പറ്റില്ല. എനിക്കത് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഒത്തിരി നേരം ഹീൽസ് ഇട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ, ഭയങ്കര കാലുവേദനയാവും. അങ്ങനെ അവിടുന്ന് ഷൂസും സോക്സും വാങ്ങിയിട്ട് നേരെ അടുത്ത സെക്ഷനിലോട്ട് പോയി. ഇങ്ങനെ അല്ലറ ചില്ലറ സാധനം മേടിക്കുന്ന സ്ഥലത്തോട്ടാണ് പിന്നെ വന്നത്. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറേ സ്ലൈഡും, ഇങ്ങനത്തെ സ്ഥലം കണ്ടാൽ പിന്നെ ഞാൻ കരിമ്പങ്കാട്ടിൽ ആന കയറിയത് പോലെ ആവും. ഞാൻ മിക്കപ്പോഴും രാമേന്ദ്രനിൽ നിന്നാണ് സാധനം വാങ്ങുന്നത്, ബിക്കോസ് അവിടെ അത്യാവശ്യം അഫോർഡബിൾ ആണ്. ചെരുപ്പിനൊക്കെ എന്നാ കളക്ഷനാണെന്നറിയോ അവിടെ. ഒരു 500-600 റേഞ്ചൊക്കെ ആവത്തുള്ളൂ ഇങ്ങനത്തെ നല്ല ടൈപ്പ് ഓഫ് ഷൂസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിന്. അങ്ങനെ വാങ്ങിയ സാധനത്തിന്റെ ബില്ലൊക്കെ പേ ചെയ്ത് അതും എടുത്ത് നേരെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോയി. സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ. പിന്നെ ഞങ്ങൾ അതും എടുത്ത് നേരെ താഴോട്ട് പോയി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചു വരുന്ന വഴിക്ക് ആ സ്കൈ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഫൈനലി ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.